ഹലോ, എല്ലാവർക്കും നമസ്കാരം. സംഭവം ഇന്നെനിക്ക് വർക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. പറഞ്ഞാൽ എൻ്റെ ബൈക്ക് കുഴപ്പമായിപ്പോൾ കേട്ടോ. ബൈക്ക് കുഴപ്പമായെന്ന് പറഞ്ഞാൽ ബൈക്ക് നമ്മുടെ ചരടുകെട്ട് സമയത്ത്, എൻ്റെ കുഞ്ഞിൻ്റെ ചരടുകെട്ട് സമയത്ത് ഞാൻ ബൈക്ക് വേറൊരു വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിരുന്നു കേട്ടോ. അവിടെ വെച്ചിട്ട് അന്ന് വൈകുന്നേരം നല്ലൊരു മഴ പെയ്തു. ആ മഴ മുഴുവൻ വണ്ടി നനഞ്ഞ്, സംഭവം ഞാൻ അറിഞ്ഞില്ല, വണ്ടി മറിഞ്ഞ് കിടന്നു കേട്ടോ. അപ്പോൾ വെള്ളം കയറിയാണോ എന്ത് പറ്റിയെന്നറിയത്തില്ല, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. എനിക്ക് വണ്ടി സ്റ്റാർട്ടായെങ്കിൽ മാത്രമേ വർക്കിന് പോകാൻ കഴിയൂ. ഇപ്പോൾ 2 ദിവസം ഞാൻ അല്ലാതെ ബസ്സിന് പോയി. അപ്പോൾ ഇവിടുന്ന് വർക്ക്ഷോപ്പിലോട്ട് പോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്, കുറച്ച് പാടാണ്. അപ്പം നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മുടെ മെക്കാനിക് ചേട്ടൻ വരുന്നുണ്ട്, പുള്ളിയെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ വണ്ടി കാണിച്ചു തരാം. വണ്ടിയുടെ അവസ്ഥ ഇപ്പോഴത്തെ നല്ല പണിയുണ്ട് കേട്ടോ. കുറച്ച് പണികളുണ്ട്, പണികളെല്ലാം തീർത്ത് ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിൽ കയറ്റാൻ പോകണം. വർക്ക്ഷോപ്പിൽ കയറ്റി ഫുള്ള് പണിയും തീർത്ത് ഇറക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം. ഫ്രണ്ട് ഷീൽഡൊക്കെ പൊട്ടിപ്പോയി കേട്ടോ. ഫ്രണ്ട് ഷീൽഡ് പൊട്ടിപ്പോയി. എൻ്റെ ഡൂമ് മാറണം. പിന്നെയെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് സർവീസ് ചെയ്യാനുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഒന്ന് സർവീസ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ തുരുമ്പൊക്കെ കയറിപ്പോയി. പിന്നെ നമ്മുടെ കിക്കർ ഉണ്ടോ, കിക്കർ ഒരുപാട് ബേക്കിലോട്ടായിപ്പോയി. പിന്നെ വന്നിട്ട് നമ്മുടെ ചെയിൻ പോക്കറ്റ് ഫുള്ള് പോയിരിക്കുന്നു. ചെയിൻ പോക്കറ്റ് ശരിയാക്കണമെന്നല്ല, ചെയിൻ പോക്കറ്റ് മാറണം. പിന്നെ ഇതിൻ്റെ പിരിയെല്ലാം പോയി. ഇതിൻ്റെ അകത്തൊരു കുറ്റി വരും, ആ കുറ്റി മാറണം. അതിൻ്റെയൊക്കെ പേരെന്തിനാണെന്ന് പറയുന്നത് അത് നമ്മുടെ മെക്കാനിക്കായിട്ട് വന്നിട്ട് പറയും. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ബാഗ് മൊത്തം കീറിപ്പോയി. പിന്നെ ഈ പൂച്ചാൾ വന്നതാണ്, ഇത് മൊത്തം അള്ളി കീറി. അതിന് ഇതിൻ്റെ കവർ മാറണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് കേട്ടോ. എന്തായാലും വാഹനം നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ്. വാഹനം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വർക്കിന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് ദൂരെയൊക്കെ രാവിലെയൊക്കെ ഓടി എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് നേരത്തേക്ക് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. ബസ്സിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് വണ്ടി റെഡിയാക്കി എടുക്കണം. എന്തായാലും ഒരുപാട് പേര് പറയുന്നുണ്ട് വണ്ടി മാറ്റിയിട്ട് വേറെ വണ്ടി എടുത്തൂടെ. പക്ഷേ നല്ല മൈലേജാണ് കേട്ടോ വണ്ടി. സംഭവത്തിൽ പഴക്കമുണ്ട്, എന്നാലും വണ്ടി സൂപ്പറാണ്. കാണാൻ ലുക്കില്ലെങ്കിലും ആൾ കിടിലുമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവനെ കളയാത്തത്. സംഭവം ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്. പണ്ട് ഞാൻ വർഷങ്ങളോളം സൈക്കിളാണ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സൈക്കിളിനെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സൈക്കിളില്ല. സൈക്കിളിപ്പോൾ ആക്രിക്കടയിൽ പോയി ഞാൻ വേറെ സ്ഥലത്ത് കൊണ്ട് വെച്ചിരുന്നു. അവിടെ നിന്ന് അത് പോയി, അത് മുഴുവൻ നശിച്ചു പോയി കേട്ടോ. സംഭവം അവസാന ദിവസം, ഞാൻ ഈ ബൈക്ക് എടുക്കുന്നതിൻ്റെ അവസാന ദിവസം സൈക്കിളും ചവിട്ടി പോയ സമയത്ത് എൻ്റെ ഹാൻഡിലൊക്കെ ഒടിഞ്ഞ് എൻ്റെ കയ്യിൽ വന്നു. അതോടുകൂടി സൈക്കിൾ ഞാൻ അവിടെ കയറ്റി വെച്ചിട്ടാണ് ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് വന്നത്. പിന്നെ അങ്ങോട്ട് ഞാൻ നോക്കിയിട്ട് പോലുമില്ല. അപ്പം നമ്മളെ ബാക്കിൽ സുലയും കുഞ്ഞും കൂടെ ഉലാത്തുന്നുണ്ട് കേട്ടോ. ഉറക്കെയാണ്. അപ്പോൾ ഞാൻ മെക്കാനിക്കേട്ടനെ കാത്തിരിക്കുകയാണ്. നമ്മൾ പുള്ളി വന്നിട്ടാണോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് കൊണ്ടുപോകാൻ റിസ്ക്കാണ്. അപ്പോൾ പുള്ളി വന്ന് ചെറിയൊരു പണി ചെയ്ത് നമുക്ക് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പണി നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ശരിയാക്കാം. അപ്പോൾ പുള്ളി വരുന്നുണ്ട്, നോക്കട്ടെ എന്താണെന്നുള്ളത്. നമുക്ക് എന്തായാലും അവിടെ കൊണ്ടുപോയിട്ടേ ഫുള്ള് പണി തീർത്തളയാം. പിന്നെ ഓരോന്നോരോന്നിട്ട് വെക്കണ്ട. പ്രധാനമായിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പാർക്ക് ഇന്നലെയൊക്കെ ഞാൻ പെട്ടുപോയി, മഴയും കാര്യങ്ങളുമായി. വണ്ടി ഉപയോഗിക്കാതിരുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു. വണ്ടി ഉപയോഗിച്ച് ശീലമായതിനു ശേഷം പിന്നെ കാര്യങ്ങളൊന്നും നടക്കണില്ല. പെട്രോൾ ഊറ്റി നോക്കുന്നുണ്ട്, അപ്പോൾ അറിയാം അതിൽ വെള്ളം കയറിയില്ല എന്നുള്ളത്. വണ്ടി മറിഞ്ഞു കിടന്ന ആ മഴ മൊത്തം നനഞ്ഞു. ഞായറാഴ്ച പെയ്തില്ലേ, ആ മഴ മുഴുവൻ നനഞ്ഞു. വെള്ളമില്ല. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻ്റ് അല്ല, ഇപ്പോൾ ടാങ്കിൽ വെള്ളം കയറിയിട്ടില്ല. അപ്പം വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. നമ്മൾ പ്രകാശനം നോക്കും. സംഭവം ഫസ്റ്റ് കംപ്ലൈൻ്റ് ആയ സമയത്ത് ഞാൻ വേറൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തായിരുന്നു കേട്ടോ, നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇത് കണക്ക് പ്ലഗ് കംപ്ലൈൻ്റ് ആണെന്ന് നോക്കാം. അപ്പോൾ പുള്ളി പ്ലഗ് നോക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. എന്തായാലും പ്ലഗ് ആക്കി നോക്കട്ടെ. എങ്ങനെയെങ്കിലും സ്റ്റാർട്ടാക്കി കിട്ടിയാൽ നമുക്ക് പ്രകാശൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവയ്ക്കാം. പ്രകാശൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത് വർക്കല പുന്നമൂട് പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ്. ആ വർക്ക്ഷോപ്പിൻ്റെ പേരെന്തിനാണ്? ഇമ്മാനുവൽ ടൂ വീലർ വർക്ക്ഷോപ്പ്. അതെ, ഇമ്മാനുവൽ 2 വീലർ വർക്ക്ഷോപ്പ്, വർക്കല പുന്നമൂട്. ഓക്കെ, ഇതാണ് ഇതിൽ കിടന്ന പ്ലഗ് കേട്ടോ.
സംഭവം ഞാൻ അന്ന് ഉച്ചയ്ക്ക് ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തെന്ന് പറഞ്ഞില്ല, പുള്ളി ഇത് ഇളക്കി നോക്കിയിട്ട് പോലുമില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞ് ഇതിന് കുഴപ്പമില്ലെന്ന്. ഞാൻ ഇപ്പോൾ പ്രകാശേട്ടൻ പ്ലഗ് മാറിയിട്ടുണ്ട്, വേറൊരു പ്ലഗ് ഇട്ട് നോക്കുന്നു, എന്താണെന്നുള്ളത് നോക്കാം. പവർ കട്ടാവുന്ന ഓയിൽ മാത്രം ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ബാക്കി ചെയിൻ സ്പ്രായിട്ട് കാര്യങ്ങളെല്ലാം മാറി. ചെയിൻ സ്പോക്കറ്റ്, ഈ സാധനം സ്റ്റിക്കർ മില്ലിങ്, സ്റ്റിക്കർ, ഡൂമ്, ഇത് ഈ സാധനമില്ലേ അത് ഊരി വരും. നമുക്ക് ഈ കുറ്റി മാറണ്ടേ? ഈ സാധനം ഗിയർ സ്റ്റാർട്ട് മാറ്റി ഗിയർ ബദൽ മാറണം. പിന്നെ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്തേരെ, എന്ത് പണിയുണ്ടെങ്കിലും ചെയ്തോ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടായി കേട്ടോ. ഇനി വണ്ടി കൊണ്ട് നമ്മുടെ വർക്കലുള്ള ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ട് പോകണം. അപ്പോൾ ഇനി അങ്ങോട്ട് കൊണ്ടുപോകാമല്ലേ. അപ്പോൾ ഞാൻ പ്രകാശൻ്റെ വർക്ക്ഷോപ്പിലെത്തി കേട്ടോ. ആവശ്യത്തിന് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. വണ്ടിയിൽ ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ പാർട്സും ഇതിനകത്താണേ. ഞാൻ പോയിട്ട് നാളെ പറയാം. നാളെ കിട്ടൂലേ? കിട്ടും. ഓക്കെ. അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നാളെ വൈകുന്നേരം കിട്ടുമെന്നാണ് പറയുന്നത്. കുറച്ച് പണികളേ ഉള്ളൂ. സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് പണി പാർട്സുകൾ മാറ്റാനുള്ളതേ ഉള്ളൂ. അത് മൊത്തം മാറ്റി നാളെ വൈകിട്ട് കിട്ടും. നല്ല മഴയുണ്ട് കേട്ടോ. ഇനി നേരെ വീട്ടിലോട്ട് പോകണം, വല്ലതും കഴിക്കണം. വീട്ടിൽ പോയിട്ട് വീട്ടിൽ ഇനി കുറച്ച് പരിപാടികളുണ്ട്. ബാക്കി വീഡിയോസ് എഡിറ്റ് ചെയ്യേണ്ട. അപ്പം വരുന്ന വഴി ഞാനൊരു ഹോട്ടലിൽ കയറി കേട്ടോ. ഹോട്ടലിൽ കയറിയിട്ട് ഞാനിപ്പം പെരിപ്പെരി കഴിക്കാനായിട്ട് കയറി. നല്ല മഴയുണ്ട്, നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പോകാനുള്ള ബസ് കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം അത്. ഇപ്പം നോക്കിയിട്ട് ഒരു പെരിപ്പെരി അൽഫാം മേടിച്ചിട്ട് പോകണം. ഉണ്ടാകുന്ന അറിയത്തില്ല. നല്ല മഴകളുണ്ട് കേട്ടോ. മഴ പെയ്യുന്നതിന് മുമ്പ് വീട് പിടിക്കണം. നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ പാലം വരെ റോഡ് വന്നിട്ട് ഈ പാലത്തിൽ നിൽക്കും. ഇവിടെ നിന്ന് പിന്നെ വണ്ടി പോവും, പക്ഷേ ടാർ ഇട്ടിട്ടില്ല കേട്ടോ. ഈ കാണുന്നത് കാവാണ്. ആ വെട്ടം കാണുന്നുണ്ടോ? അത് കാവിലെ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ കാവിനെ പറ്റി ഇതുവരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഉടനെ ഒരു വീഡിയോ ചെയ്യാം. ഈ വഴി ഉണ്ടോ? ഈ വഴി നേരെ അങ്ങ് പോയാൽ മതി. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ എന്തിനാ ഡാൻസ്, എന്തൊരു തിന്നാണ്, എന്തൊരു പാപ്പം, എന്തരമ്മ നോക്കട്ടെ നോക്കട്ടെ. ഇതല്ല കുറച്ച് കുഴക്കട്ട അവിച്ച് വേണോ? ഇവിടെ എന്താ പരിപാടി? നമ്മൾ കുഴക്കട്ടയൊക്കെ അവിച്ച് തിന്ന്. ഇവിടെ എന്തൊരു ബഹളം? ഇതെവിടെ? ഓ സോറി, വേണ്ട. അപ്പോൾ ഇനി നാളെ വർക്കിന് പോകണം. വർക്കിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് വരാം. അതൊക്കെ വണ്ടി സെറ്റാവും കിടലാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അറിയത്തില്ല. അപ്പോൾ ഇനി നാളെ ആവട്ടെ.